ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വെറൈറ്റി കട്ട്ലറ്റാണ് ചെയ്ത് കാണിക്കുന്നത്. വെജിറ്റബിൾ ആൻഡ് ചീസ് കട്ട്ലറ്റ്സ്. പ്രത്യേകിച്ച് ചീസ് ഇഷ്ടമുള്ളവർക്ക് ഒരു സൂപ്പർ റെസിപ്പിയാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യരുത്, അൺസബ്സ്ക്രൈബ് ആയി പോകും. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. മല്ലിയില വളരെ ചെറുതായിട്ട് അരിഞ്ഞത് വേണം. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മളതിൻ്റെ സ്കിൻ അങ്ങ് പീൽ ചെയ്ത് കളഞ്ഞാൽ മതി. സ്കിന്നോടുകൂടിയാണ് നമ്മൾ പുഴുങ്ങാൻ വെക്കുന്നതെങ്കിൽ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വേണം വയ്ക്കാൻ. ആദ്യമായിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ എല്ലാം ഇങ്ങനെ ഡീസ്കിൻ ചെയ്തതിന് ശേഷം നമുക്കതിങ്ങനെ പൊടിച്ചെടുക്കണം. അങ്ങനെ എല്ലാം എടുക്കണം. അപ്പോൾ ഓരോന്നോരോന്നിട്ടങ്ങ് പൊടിച്ചാൽ നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഈ ഉരുളക്കിഴങ്ങ് വെള്ളത്തിനകത്തിട്ട് പുഴുങ്ങരുത്. ഉരുളക്കിഴങ്ങിൽ ഒരുപാട് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനകത്തേക്ക് നമുക്ക് റൊട്ടിപ്പൊടി അഥവാ ബ്രെഡ് ക്രംസ് ആണ് ഇട്ടിരിക്കുന്നത്. ക്വാണ്ടിറ്റി നോക്കണം. ചില ഉരുളക്കിഴങ്ങിന് വെള്ളം കൂടുതലുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഇച്ചിരി വ്യത്യാസം വരും. ഈ തരിതരിപ്പായിട്ട് അരിഞ്ഞിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. വളരെ പൊടിയായിട്ട് അരിയണം, അല്ലെങ്കിൽ അത് കുഴയ്ക്കുമ്പം പ്രയാസം വരും. പ്രത്യേകിച്ച് അതിൻ്റെ തണ്ട് വലുതായിട്ട് ഇടരുത്. എരിക്കായിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. സ്പൈസ് ലെവൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നീട് ആവശ്യമുള്ള ഉപ്പ്. മാവ് ഉരുട്ടാൻ പരുവത്തിലാക്കി എടുക്കണം. ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ ചേർക്കാം. റൊട്ടിപ്പൊടി കൂടുതലും ഉരുളക്കിഴങ്ങ് കുറച്ചുമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം റൊട്ടിപ്പൊടി ഇട്ട് കൊടുക്കാൻ. അവിടെ കയ്യിൽ പറ്റാതെ വണ്ണം ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മൊസറല്ല ഗ്രേറ്റഡ് ചീസാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ ക്യാപ്സിക്കമാണ്. ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി. ഇത് രണ്ടും സ്മോൾ ക്യൂബ്സ് ആയിട്ട് ചോപ്പ് ചെയ്യണം. അതല്ലെങ്കിൽ കട്ട്ലറ്റ് പൊട്ടിപ്പോവും. അതുപോലെ ഇത് രണ്ടിനകത്തും ഒരു പിഞ്ച് ഉപ്പ്. അപ്പോൾ നമ്മളിനിയും ഈ കുഴച്ച് വെച്ച മാവിനകത്തുനിന്ന് ഉരുട്ടി ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കൊഴുക്കട്ടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് പിറ്റ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം ചീസ് ഇടാം. ചീസാണെങ്കിൽ ഒരുപാട് ഇടരുത്, ചൂടാകുന്ന ഉരുകും. അതിലേക്ക് നമുക്ക് ചെറിയൊരു സ്പൂൺ ക്യാപ്സിക്കോ അതുപോലെ തന്നെ അതും കൂടെ വെച്ചിട്ട് നമുക്കത് കവർ ചെയ്യണം. നമ്മുടെ ചീസിനൊരു കൂട്ട് കൊടുക്കുന്നതാണത് കേട്ടോ, നല്ല ടേസ്റ്റാണത്. ഇനി ഇത് നമുക്ക് കവർ ചെയ്യണം. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഇനി ഉരുട്ടിയോ നീട്ടിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിത് ഇച്ചിരി ഒന്ന് നീട്ടിയെടുക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമുക്കൊന്ന് ഉരുട്ടി വയ്ക്കാം. ഇപ്പം ഞാനതെല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറക്കാനായിട്ടുള്ള എണ്ണയൊന്ന് ആദ്യം ഒഴിച്ച് വയ്ക്കാം. അപ്പോഴത്തേനും അത് ചൂടാകുമല്ലോ. കുഴിയുള്ള പാത്രമാണെങ്കിൽ കുറച്ച് എണ്ണ മതി. ഈ കട്ട്ലറ്റ് ഇത് മുക്കാനായിട്ട് നമുക്കൊരു കോട്ടിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഇത് കോൺഫ്ലവറാണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഇത് ചെയ്യാം. മുട്ടയൊന്നും മുക്കുന്നില്ല നമ്മളിതിനകത്ത്. അതിലേക്ക് ഒരല്പം ഉപ്പിടാം. കുരുമുളക് പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യണം. ഒരുപാടങ്ങ് ലൂസാക്കരുത്. കോൺഫ്ലവർ അടിയിൽ ഇങ്ങനെ അങ്ങ് സെറ്റിലാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇത് കണ്ടില്ലേ, ഇത്രയും മതി. ഇത് ഒന്നുകൂടെ മുറുക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഇതിനകത്തൊന്ന് മുക്കണം. ഇതിനകത്ത് മുക്കിയതിന് ശേഷം പിന്നെ ഈ റൊട്ടിപ്പൊടിയിൽ മുക്കണം. ഇതിപ്പോൾ റൊട്ടിപ്പൊടിക്കകത്തൊക്കെ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാം. ഇനി നമുക്കിത് ശ്രദ്ധിച്ച് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൈ മുക്കരുതേ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരെണ്ണം സെറ്റായി കഴിഞ്ഞിട്ട് അടുത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് പൊട്ടത്തില്ല. ചീസായതുകൊണ്ട് ഇത് പൊട്ടാതെ തിരിച്ചിടുക എന്നുള്ളതാണൊരു വെല്ലുവിളി സത്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട്ലറ്റിനകത്ത് ഇടുമ്പോൾ ഉണ്ടല്ലോ, നല്ല തീ വേണേ. വെളിയിലത്തെ കോട്ടിങ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട, പിന്നെ അത് പൊട്ടിപ്പോകത്തില്ല. ഒരുപാട് ക്രൗഡഡായിട്ട് ഇടരുത്, പൊട്ടിപ്പോകും. അപ്പോൾ നമ്മുടെ പരുവത്തിന് ഇതായിട്ടുണ്ട്. നമുക്കതിനെ എടുക്കാം. ഇതൊരു കിച്ചൺ ടവലിലോട്ട് അങ്ങ് ഇട്ടാൽ എക്സ്ട്രാ ഉള്ള എണ്ണ അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ചീസ് കട്ട്ലറ്റ്സ് അങ്ങ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചീസൊക്കെ നല്ല ഉരുകി നല്ല സൂപ്പറായിട്ടുള്ള ചീസ് കട്ട്ലറ്റ് റെഡിയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ്സ് ബോക്സിനകത്ത് പോസ്റ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.